രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുന്ന നിലപാട് ഈ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രകടനങ്ങളും മറ്റും നടക്കുമ്പോൾ, അതിൻ്റേതായ പരിപാടികൾ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി കേസെടുക്കാൻ പറ്റുമോ നോക്കലാണ്. അവരെ കേസിൽ കൊടുക്കാൻ നോക്കുകയാണ്. അത് കേരളത്തിൽ നടക്കില്ല. പാലസ്തീൻ്റെ കൂടെയാണ് നമ്മളെല്ലാ കാലത്തും നിന്നിട്ടുള്ളത്, രാജ്യം നിന്നിട്ടുള്ളത്. അതിൽ നിന്നാണ് ഇപ്പോൾ മാറിപ്പോയിട്ടുള്ളത്. അത് വേറൊരു ഭാഗം, ഞാനിപ്പോൾ അതിലേക്കല്ലല്ലോ നമ്മളിപ്പോൾ കൂടുതലായിട്ട് പോകേണ്ടത്. പക്ഷേ ആ ഒരു മാനസികാവസ്ഥ വെച്ചുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിൽ സാധാരണഗതിയിൽ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധിക്കുകയും നടപടികൾ എടുക്കുകയും ചെയ്യും. അത്ര മാത്രമേ അതിൽ കാണേണ്ടതായിട്ടുള്ളൂ. ഏത് വിഷം എന്നല്ല, കൊടും വിഷം, വെറും വിഷമല്ല. അതൊരാക്ഷേപമല്ല, അദ്ദേഹത്തിന് അലങ്കാരമായിട്ടല്ലേ കാണുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നല്ലേ അദ്ദേഹം കാണുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വിഷന്നേ അന്ന് ഞാൻ പറഞ്ഞുള്ളൂ, ഇപ്പോൾ കൊടും വിഷം എന്ന് പറയാം, അത്രയേ ഉള്ളൂ. ബിജെപിയുടെ പ്രസിഡന്റിനെ ഉണ്ടാക്കുന്നത് നമ്മുടെ ജോലിയല്ലല്ലോ. അവർ ആരെ വേണേലും പ്രസിഡന്റ് ആക്കട്ടെ. നമ്മൾ അവരോടല്ലല്ലോ, വ്യക്തികളോടല്ലല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ ഐഡിയോളജിയോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അത് തുടരും. എന്നാലും രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു ബിജെപിയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ അദ്ദേഹം ലേറ്റ് എൻട്രികളാണ്, പാർട്ടിയിലേക്ക് വന്ന ആളുകളാണ്. ഇഷ്ടംപോലെ ആളുകൾ ബിജെപി ഐഡിയോളജിയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരോടല്ലേ നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.